അധ്യക്ഷൻ പാർട്ടിയുടെ തൃശ്ശൂർ സിറ്റി ജില്ലയുടെ പ്രസിഡന്റ് ശ്രീ ജസ്റ്റിൻ ജേക്കബ്, സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോപകുമാർ, പാർട്ടിയുടെ മേഖലാ അധ്യക്ഷൻ ശ്രീ എ നാഗേഷ്, ജില്ലയുടെ ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് കെ ആർ ഹരി, കോർപ്പറേഷൻ കൗൺസിലർമാർ, പാർട്ടി ജില്ലാ നേതാക്കന്മാർ, മറ്റ് ബഹുമാനരായ പാർട്ടി നേതാക്കളെ, സഹപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു ഉപരോധ സമരം സംഘടിപ്പിക്കാനിടയായിട്ടുള്ള പശ്ചാത്തലത്തെ സംബന്ധിച്ച് വളരെ വിശദമായി നേരത്തെ നേതാക്കന്മാർ സൂചിപ്പിക്കുകയുണ്ടായി. തൃശ്ശൂർ നഗരത്തോട് ഈ നഗരഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കോർപ്പറേഷൻ LDFും കാണിക്കുന്ന അങ്ങേയറ്റത്തെ ക്രൂരമായിട്ടുള്ള വിവേചനം, അതിൻ്റെ എല്ലാ സീമകളും എല്ലാ പരിധികളും ലംഘിക്കുകയാണ്. തൃശ്ശൂർ നഗരത്തിൻ്റെ വികസനത്തിനു വേണ്ടി ഇവരാരും ആവശ്യപ്പെടാതെ സ്വമേധയാ നേതൃത്വം കൊടുക്കാൻ തയ്യാറായിട്ടുള്ള തൃശ്ശൂരിൻ്റെ MPയോട് കോർപ്പറേഷനും കോർപ്പറേഷന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടികളുമൊക്കെ തന്നെ കാണിക്കുന്ന അങ്ങേയറ്റത്തെ അവഹേളനപരമായിട്ടുള്ള സമീപനവും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഭാരതീയ ജനതാ പാർട്ടി വികസന പ്രവർത്തനത്തെ രാഷ്ട്രീയവുമായി കൂട്ടിയിണക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയല്ല. ഒരു നഗരഭരണത്തിന് ഏതു പാർട്ടി നേതൃത്വം കൊടുക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല നഗരവികസനത്തിനു വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയും BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാരും പണം വിനിയോഗിക്കുന്നു. കേരളത്തിലെ എല്ലാ നഗരസഭകളുടെയും വികസനത്തിനു വേണ്ടി അവരാഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം വകയിരുത്തിയിട്ടുള്ള ഗവൺമെന്റാണ് കേന്ദ്ര ഗവൺമെന്റ്. കേരളത്തിലെ സാമാന്യ ജനതയുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി, നമ്മുടെ നഗരങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനു വേണ്ടി നാളിതുവരെ ലഭിക്കാത്ത വലിയ സഹായമാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ളത്. ആ പദ്ധതികൾ അത് ഉൾക്കൊള്ളുന്ന രീതിയിൽ, അത് വിവക്ഷിക്കുന്ന രീതിയിൽ നടപ്പിലാക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ പദ്ധതികളെ ആകെ തുരങ്കം വെക്കുന്ന സമീപനമാണ് കേരളത്തിലെ എല്ലാ നഗരസഭകളും സ്വീകരിച്ചിട്ടുള്ളത്. അത് LDFന്റെ നഗരസഭകളെന്നോ UDFന്റെ നഗരസഭകളോ എന്ന വ്യത്യാസമില്ല. കഴിഞ്ഞ 2-3 മാസക്കാലമായി കേരളത്തിലെ എല്ലാ നഗരസഭകൾക്ക് മുന്നിലും എല്ലാ കോർപ്പറേഷനുകൾക്ക് മുന്നിലും ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകന്മാർ സമരരംഗത്താണ്. ഈ സമരത്തിനെല്ലാം ആധാരമായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണം അത് ശരിയായി നഗരസഭകൾ വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. വികസനത്തിന് പണമില്ല എന്ന് ഒരു ഭാഗത്ത് പറയുകയും മറുഭാഗത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി, നഗരവികസനത്തിനു വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ചെലവാക്കുന്ന പണം ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നതിന്റെ ഇരട്ടത്താപ്പ് ജനം തിരിച്ചറിയണമെന്നുള്ളത് കൊണ്ടാണ് കേരളത്തിലെ 6 നഗരസഭകൾക്ക് മുന്നിലും ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ 2 മാസക്കാലത്തിലേറെയായി നിരന്തരമായിട്ടുള്ള സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് BJP വിരോധത്തിന്റെ പേരിൽ, നരേന്ദ്രമോദി വിരോധത്തിന്റെ പേരിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അർഹതപ്പെട്ട വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വെക്കാൻ ഈ കോർപ്പറേഷൻ ഭരണകൂടം തയ്യാറാക്കുന്നത്? അത് സംസ്ഥാന ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന LDF ആയാലും നമ്മുടെ പ്രതിപക്ഷമായിട്ടുള്ള UDF ആയാലും രണ്ടു കൂട്ടർക്കും ഒരേ സമീപനമാണ്. ഈ രണ്ടു കൂട്ടരും നേതൃത്വം കൊടുക്കുന്ന നഗരസഭകളും ഒരേ സമീപനമാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണം വിനിയോഗിക്കണം. അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണമാണ്. നിങ്ങൾ രാഷ്ട്രീയ വിരോധം മുൻനിർത്തിക്കൊണ്ട് നരേന്ദ്രമോദിയോട് BJPയോടുള്ള വിരോധം ഇങ്ങനെയല്ല തീർക്കേണ്ടത്. ജനങ്ങൾക്ക് ഉപകരിക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ടോ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പണം ലഭ്യമാകാതെ എന്നല്ല BJPയോടും നരേന്ദ്രമോദിയോടുമുള്ള വിരോധം തീർക്കേണ്ടത്. ആ വിരോധം മറ്റു പല രീതിയിൽ നിങ്ങൾക്ക് തീർക്കാം. നിങ്ങൾ രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേറെ പല വഴികളുമുണ്ട്. ജനങ്ങളെ ശ്വാസം മുട്ടിച്ചുകൊണ്ട്, ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട്, നഗരഭരണത്തെ സ്തംഭിപ്പിച്ചുകൊണ്ട് മോദി വിരോധം തീർക്കരുത് എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. രാഷ്ട്രീയമായി നിങ്ങൾക്ക് നിങ്ങളുടെ വിരോധമുണ്ടാകാം. ആ വിരോധം തീർക്കാൻ മറ്റു വഴികൾ തേടാതെ ഒരു നാട്ടിലെ ജനങ്ങളെ ബന്ദികളാക്കി, അവരെ ശ്വാസം മുട്ടിച്ചുകൊണ്ട്, അവരെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട്, അവരെ വികസനം തടസ്സപ്പെടുത്തിക്കൊണ്ട് BJP വിരോധം തീർക്കാൻ നിങ്ങൾ സാധിക്കരുത്. അങ്ങനെ BJPയോടും നരേന്ദ്രമോദി ഗവൺമെന്റിനോടുമുള്ള വിരോധം തീർക്കാൻ വേണ്ടി
ജനങ്ങളെ ശ്വാസം മുട്ടിക്കാൻ നിങ്ങൾ മുതിർന്നാൽ ആ ജനം നിങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്ന് കഴിഞ്ഞ കാല അനുഭവങ്ങളെല്ലാം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, കേരളത്തിലെ എല്ലാ നഗരസഭകളും, തൃശ്ശൂർ നഗരസഭ മാത്രമല്ല, എല്ലാ നഗരസഭകളിലും ഇത് ആവർത്തിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണം ചെലവഴിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. തൃശ്ശൂരിൽ ഒരു പരിധി കൂടി കടന്നുകൊണ്ട് തൃശ്ശൂരിലെ MP ഈ നഗരത്തിന്റെ വികസനത്തിന് വേണ്ടി ചെലവാക്കുന്ന പണമുണ്ട്. ആ പണം പോലും യഥാവിധി ചെലവഴിക്കാൻ എന്താണ് നഗരസഭാ നേതൃത്വത്തിന് സാധിക്കാത്തത്? സുരേഷ് ഗോപി അദ്ദേഹം ചെലവഴിക്കുന്ന പണമൊന്നും, അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന പദ്ധതികളൊന്നും എനിക്കറിയില്ല, ഞാനുമായി ആലോചിച്ചിട്ടില്ല എന്നാണ് കോർപ്പറേഷന്റെ മേയർ പറയുന്നത്. സുരേഷ് ഗോപി തൃശ്ശൂരിന്റെ MP മാത്രമല്ല, അദ്ദേഹം കേന്ദ്രത്തിലെ മന്ത്രിയാണ്. അദ്ദേഹത്തിന് മേയറുടെ വീട്ടിൽ പോയി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാനൊന്നും സാധിക്കില്ല. അങ്ങനെ മേയറുടെ വീട്ടിൽ പോയി ചർച്ച ചെയ്യാൻ മേയറുടെ മകൾക്ക് സംബന്ധം ആലോചിക്കണമെന്നല്ലോ. ഈ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ. ഈ മേയർക്ക് എപ്പോഴെങ്കിലും തൃശ്ശൂർ വികസനത്തിന് വേണ്ടി ഈ MP-യുടെ സഹായം ആവശ്യമാണെങ്കിൽ എപ്പോഴെങ്കിലും ഈ നഗരത്തിന്റെ വികസനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാനുമായി ഈ നിമിഷം വരെ ഈ മേയർ MP-യെ സമീപിച്ചിട്ടുണ്ടോ? നിങ്ങൾ MP-യുടെ ഓഫീസിലേക്കല്ലേ പോകേണ്ടത്? നിങ്ങൾ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലേക്കല്ലേ പോകേണ്ടത്? നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ അദ്ദേഹത്തിന് സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? MP എന്നുള്ള നിലക്ക്, കേന്ദ്രമന്ത്രി എന്നുള്ള നിലക്ക് ഈ തൃശ്ശൂർ നഗരത്തിന്റെ വികസനത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു പ്രൊജക്ട് വേണമെന്ന് ഈ കോർപ്പറേഷന്റെ മേയറോ കോർപ്പറേഷനോ ഇതുവരെ സുരേഷ് ഗോപിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ലോ അദ്ദേഹം സഹായിക്കാൻ തയ്യാറാകുന്നത്. അത് അദ്ദേഹത്തിന്റെ മര്യാദയും അദ്ദേഹത്തിന്റെ ജനാധിപത്യ ബോധവുമാണ്. അദ്ദേഹത്തെ ജയിപ്പിച്ചിട്ടുള്ള ഈ നഗരത്തിലെ ജനങ്ങളോട് അദ്ദേഹത്തിന് വിധേയത്വമുണ്ട്, അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റാൻ അദ്ദേഹത്തിന്റെ ഉന്നതമായിട്ടുള്ള ജനാധിപത്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആവശ്യപ്പെടാതെ, ഈ കോർപ്പറേഷൻ ആവശ്യപ്പെടാതെ കോർപ്പറേഷന്റെ വികസനത്തിന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്, പണം അങ്ങോട്ട് കൊടുക്കുകയാണ്. ആ പണം വേണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെയാണ് വെല്ലുവിളിക്കുന്നത്? സുരേഷ് ഗോപി നിർദ്ദേശിക്കുന്ന വികസന സഹായം വേണ്ട എന്ന് പറയുമ്പോൾ, അത് കൈനീട്ടി വാങ്ങാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നിഷേധിക്കുന്നത് ഈ നഗരത്തിലെ ജനങ്ങളുടെ അവകാശമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 6 നഗരസഭകളുണ്ട് കേരളത്തിൽ. കേരളത്തിലെ ഏതെങ്കിലും ഒരു MP സുരേഷ് ഗോപി തൃശ്ശൂർ നഗരത്തിന് കൊടുക്കുന്നത് പോലെ മറ്റേതെങ്കിലും MP അവർ പ്രതിനിധാനം ചെയ്യുന്ന നഗരത്തെ സഹായിക്കുന്നുണ്ടോ? 6 നഗരസഭകളെ പ്രതിനിധാനം ചെയ്യുന്ന MP-മാരെ നിങ്ങൾ ഒന്ന് വിശകലനം ചെയ്ത് പരിശോധിക്കുക. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു കേരളത്തിലെ UDF-നെയും LDF-നെയും നേതൃത്വത്തെ. ശ്രീ സുരേഷ് ഗോപി കഴിഞ്ഞ ഒരു കൊല്ലക്കാലം കൊണ്ട് തൃശ്ശൂർ നഗരത്തിന് സമർപ്പിച്ചുള്ള പദ്ധതികളെ 7 അയലത്ത് UDF-നെയും LDF-നെയും MP-മാരുണ്ടോ? അവരാരും ഒന്നും സഹായിക്കുന്നില്ല. തിരുവനന്തപുരം നഗരത്തിന് അവിടുത്തെ MP-യുടെ സഹായമില്ല. കൊല്ലം നഗരത്തിന് അവിടുത്തെ MP-യുടെ സഹായമില്ല. കോഴിക്കോട് നഗരത്തിന് അവിടുത്തെ MP-യുടെ സഹായമില്ല. കണ്ണൂർ നഗരത്തിന് അവിടുത്തെ MP-യുടെ സഹായമില്ല. എറണാകുളം നഗരത്തില് MP-യുടെ സഹായമില്ല. ആ സമയത്താണ് തൃശ്ശൂർ നഗരത്തിന് വേണ്ടി ഈ ഇവിടുത്തെ MP സഹായവുമായി മുമ്പോട്ട് വരുന്നത്. നിങ്ങൾ ആവശ്യപ്പെടാതെ മുമ്പോട്ട് വരുന്നത്. നിങ്ങൾ ആവശ്യപ്പെട്ടാൽ കൂടുതൽ തരാൻ തയ്യാറാണ് എന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ടും എന്താണ് സുരേഷ് ഗോപിയുടെ വികസന പ്രവർത്തനം ഞങ്ങൾക്ക് വേണ്ട, സുരേഷ് ഗോപിയുടെ ഫണ്ട് ഞങ്ങൾക്ക് വേണ്ട, സുരേഷ് ഗോപിയുടെ വികസന പദ്ധതികൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നത്? അപ്പൊ ഒരു കാര്യത്തിൽ തൃശ്ശൂർ നഗരത്തിലെ ജനത്തിന് തീരുമാനമെടുക്കണം. നിങ്ങൾക്ക് ആരെയാണ് വേണ്ടത്? നിങ്ങൾക്ക് സുരേഷ് ഗോപിയുടെ വികസന പ്രവർത്തനമാണോ, അതോ ഈ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഈ കോർപ്പറേഷനിലെ LDF-നും UDF-നെയും ഭരണസമിതിയുമാണോ എന്ന് നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ ആലോചിച്ചപ്പോഴാണ്, UDF-ഉം LDF-ഉം വേണ്ട തീരുമാനിച്ചപ്പോഴാണ് അവർ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത്. നിങ്ങൾ ഇനിയും ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തുടരണമെന്ന് തന്നെയാണ്. ഞങ്ങൾക്ക് മേയർ തെറ്റുതിരുത്തണമെന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹമൊന്നുമില്ല. നിങ്ങൾ തിരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നിഷേധിച്ചുകൊണ്ടേയിരിക്കണം. ഒരു 2 മാസം കൂടിയല്ലേ ഉള്ളൂ. ആ 2 മാസം കഴിഞ്ഞാൽ ഈ തൃശ്ശൂർ നഗരത്തിൽ സുരേഷ് ഗോപിയുടെ അങ്ങോട്ട് പോയി ഈ നഗരത്തിന്റെ വികസനത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു മേയർ ഈ തൃശ്ശൂർ നഗരസഭ ഉണ്ടാകും. അദ്ദേഹം ചെയ്യും.
അപ്പൊ ഞങ്ങൾ ഇതെല്ലാം പൂർത്തിയാക്കിക്കൊള്ളാം. ഇപ്പോ സുരേഷ് ഗോപി ഈ തൃശൂർ നഗരത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള എല്ലാ പദ്ധതികളും ഞങ്ങൾ പൂർത്തിയാക്കിക്കൊള്ളാം. ഞങ്ങൾക്കും അതാണ് സന്തോഷം. ഈ LDF-നെയും UDF-നെയും ആളുകളെ കൊണ്ട് തൊഴിപ്പിക്കണ്ട എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ തൊട്ടദേശത്താക്കണ്ട. സുരേഷ് ഗോപിയുടെ അദ്ദേഹത്തിന്റെ എല്ലാ പദ്ധതികളും പൂർത്തീകരിക്കാൻ ഈ തൃശൂർ നഗരത്തിൽ BJP കൊടിപിടിക്കുന്ന ഒരു മേയർ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടുമല്ലോ. ഞങ്ങൾ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്തെ ഈ നഗരത്തിലെ ജനങ്ങളോട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ. ആ മര്യാദ പാലിക്കാൻ നിങ്ങൾ തയ്യാറാകണ്ടേ? ഇവിടെ സുരേഷ് ഗോപിയുടെ വികസന പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ വികസന പദ്ധതികൾ സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ അപമാനിക്കാനും അവഹേളിക്കാനും തയ്യാറാണല്ലോ നിങ്ങൾ. അതാണല്ലോ LDF-ഉം UDF-ഉം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ തൃശൂർ നഗരത്തിലെ ജനങ്ങൾ മറുപടി കൊടുക്കുക തന്നെ ചെയ്യും. അവർക്ക് ആവശ്യപ്പെട്ട പദ്ധതികൾ നിഷേധിക്കുന്നത് മാത്രമല്ല, ആ പദ്ധതികൾ മുമ്പോട്ട് വെക്കുന്ന ഒരു ജനപ്രതിനിധിയെ CPM-ഉം കോൺഗ്രസും അപമാനിക്കാനും അവഹേളിക്കാനും തയ്യാറായാൽ അത് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ഈ നഗരത്തിലെ ജനങ്ങളും തയ്യാറാവില്ല, ഭാരതീയ ജനതാ പാർട്ടിയും തയ്യാറാകില്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. നിങ്ങൾ ഈ തൃശൂർ നഗരത്തിലെ ഞങ്ങളുടെ കൗൺസിലർമാരുടെ വാർഡുകളിൽ ഒരു പ്രവർത്തനവും വേണ്ട എന്ന് പറയാൻ നിങ്ങളാരാ? പണം അനുവദിക്കണ്ട എന്ന് പറയാൻ നിങ്ങളാരാ? നിങ്ങൾക്ക് ശ്രീധരന്റെ കാശൊന്നല്ലോ ചോദിക്കുന്നത്. ഈ കോർപ്പറേഷനിലെ വികസന പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ട പണമല്ലേ? ആ പണം ചെലവഴിക്കാതെ കോർപ്പറേഷനിലെ BJP കൗൺസിലർമാരുടെ ഡിവിഷനിൽ വികസന പ്രവർത്തനമെല്ലാം സ്തംഭിപ്പിച്ചാൽ ജനമെതിരാകും. അപ്പോൾ ജനം BJP-ക്കെതിരായിട്ട് വോട്ട് ചെയ്യും. ഇതൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങൾ മനപ്പായസം മുതൽ മാത്രമാണ്. ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറയാൻ അറിയാം. ഞങ്ങൾ എല്ലാ വീടുകളും പോയി കാര്യങ്ങൾ പറയും. ഒരു കാര്യം സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, BJP കൗൺസിലർമാരുടെ വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തി സുരേഷ് ഗോപി ഈ നഗരത്തിൽ നൽകുന്ന പണം വേണ്ട എന്ന് വെച്ച് അങ്ങനെ എല്ലാ വികസന പ്രവർത്തനവും അട്ടിമറിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ ഈ മേയറെയും കൂട്ടരെയും നാട്ടുകാർ റോട്ടിലിറങ്ങി തടയുന്ന സാഹചര്യം ഉണ്ടാകും. അത്തരമൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തരുത്. അങ്ങനെ സുജായികളായി നടക്കാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. സുജായികളായി നടക്കണ്ട. BJP കൗൺസിലർമാരുടെ വാർഡിൽ വികസനം കൊണ്ടുവരാൻ, വികസന പ്രവർത്തനം നടത്താൻ, റോഡ് പണി നടത്താൻ അതൊന്നും മേയർ സമ്മതിക്കുന്നില്ല എങ്കിൽ, ഇപ്പൊ മേയറെ കോർപ്പറേഷന്റെ ഓഫീസിലേക്ക് ഞങ്ങൾ കടത്താൻ അനുവദിക്കുന്നില്ല എന്നാണ് BJP നേതാക്കന്മാർ ഇവിടെ സൂചിപ്പിച്ചത്. അനുവദിച്ചിട്ടില്ല എങ്കിൽ കോർപ്പറേഷൻ ഓഫീസിൽ വരണമെന്ന് മേയർക്ക് വലിയ ആഗ്രഹമൊന്നും ഉണ്ടാവില്ല. കാരണം ഒരു 2 മാസം കൂടിയല്ലോ. കക്കാവുന്നിടത്തോളം അദ്ദേഹം കട്ടിട്ടുണ്ടാകും, എഴുതിയെടുക്കാമെന്നൊക്കെ എഴുതിയിട്ടിട്ടുണ്ടാകും. ഇനിയിപ്പോ പേപ്പർ ബിറ്റിന്റെ വില പോലും അവിടെ ഉണ്ടാവില്ല എന്നറിയാം. പക്ഷെ ഒരു കാര്യം മേയർ സൂചിപ്പിച്ചു, നിങ്ങൾ കോർപ്പറേഷന്റെ ഓഫീസിന്റെ അകത്ത് മാത്രമല്ല, ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പറയാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ കൗൺസിലർമാരുടെ ഡിവിഷനിൽ വികസന പ്രവർത്തനം നടത്താൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ കോർപ്പറേഷൻ ഓഫീസല്ല, വീട്ടിന് വെളിയിൽ നിങ്ങൾ ഇറങ്ങില്ല എന്ന് മേയർ ഉൾപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സമരം ഞങ്ങൾ കോർപ്പറേഷൻ ഓഫീസുകളിൽ നിന്ന് നിങ്ങളുടെ വോട്ടുകളിലേക്ക് മാറ്റണം. അത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ പ്രേരിപ്പിക്കരുത്. ഞങ്ങളുടെ കൗൺസിലർമാർ നിങ്ങളെ വീട്ടിൽ വരും. നിങ്ങളുടെ വീട്ടിൽ ഉമ്മർത്ത് ഞങ്ങൾ കുത്തിയിരിക്കും. നിങ്ങൾ വെളിയിൽ പോകും, ഞങ്ങളൊന്ന് കാണട്ടെ. ഞങ്ങൾക്കുള്ള ആനുകൂല്യം, ഞങ്ങളുടെ കൗൺസിലർമാർക്കുള്ള ആനുകൂല്യം നിഷേധിച്ച് നിങ്ങളങ്ങനെ കുടുംബത്തോടുകൂടി സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ അവിടെ ഇരുന്നോ, വീട്ടിനുമ്പോൾ ഞങ്ങൾ ഇരിക്കും. ഞങ്ങൾ അനർഹമായിട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ ചോദിക്കുന്നത്. എന്തെങ്കിലും അധികമായിട്ട് ഞങ്ങൾക്ക് വേണമെന്നല്ലോ പറയുന്നത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർക്ക് ജനങ്ങൾക്ക് വേണ്ടി